സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മികച്ച അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം. ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സഹകരണ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ 15,000-ത്തിലധികം സഹകരണ സ്ഥാപനങ്ങൾ അടങ്ങുന്ന വിപുലമായൊരു ലോകം തന്നെയാണ് കേരളത്തിലെ സഹകരണ മേഖല. സേവന മേഖല എന്ന നിലയിലും തൊഴിൽ മേഖല എന്ന നിലയിലും പ്രാധാന്യമർഹിക്കുന്ന ഈ മേഖലയിലെ ജീവനക്കാരുടെ കഴിവുകളും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ACSTIയുടെ പ്രധാന ചുമതല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, ഒരു നൂറ്റാണ്ടിന് മേൽ പഴക്കമുള്ള സഹകരണ സംഘങ്ങൾ, രാജ്യാന്തര തലത്തിൽ അംഗീകാരം നേടിയ സഹകരണ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ സഹകരണ മേഖലയിലെ ഏറ്റവും മികച്ച പ്രസ്ഥാനങ്ങളുടെ ഈ രാജ്യത്തിലെ തന്നെ ഒരു ഈറ്റില്ലമാണ് കേരളം. ഇവിടെ സഹകരണ തത്വങ്ങളെ അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറെ കൂടി ശക്തമാക്കുന്നതിന് അല്ലെങ്കിൽ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള കൃത്യമായ അറിവ് അവർക്ക് നൽകുന്നതിന് ഗവൺമെൻറ് വളരെ പ്രതീക്ഷയോടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ACSTI. അതിന് നബാർഡിൻ്റെ അംഗീകാരവും പിന്തുണയുമുണ്ട്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ കുറേയേറെ നാളുകളായിട്ട് നല്ല രീതിയിൽ നയിക്കുന്നതിനുള്ള വലിയ പരിശ്രമങ്ങൾ, ഒരു അക്കാഡമിക് ആയിട്ടുള്ള മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ACSTI. 1992 അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ACSTI സ്ഥാപിതമാകുന്നത്. തുടക്കത്തിൽ നബാർഡിന്റെ നേതൃത്വത്തിലുള്ള പരിശീലന പരിപാടികൾ പ്രാവർത്തികമാക്കാനുള്ള സ്ഥാപനമായിരുന്നു ACSTI. എന്നാൽ പരിശീലന പരിപാടികൾക്കുപരി ഈ മേഖലയുടെ വികസനത്തിനും സുസ്ഥിരതയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് 2018 ACSTI സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമായി മാറ്റി. എല്ലാ സഹകരണ മേഖലയിലുള്ള ആളുകളും ACSTIയിൽ നിന്ന് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ സഹകരണ മേഖലയിലുള്ള തൊഴിലാളികളുടെ കാര്യക്ഷമത നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇത് സഹായകരമാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എടുക്കുകയും നാഷണൽ ലെവലിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഒരു ഓഫ് ക്യാമ്പസ് സെന്റർ ആയിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യാന്നുള്ളതും ACSTIയിലൂടെ സാധ്യമാകാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ സർ ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിന്റെ മെയിൻ ബോഡി. സഹകരണ സംഘാടക ശേഷി, ധനവിനിയോഗ ശേഷി, ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ, സൂക്ഷ്മ സംരംഭങ്ങൾ, കാർഷികേതര മേഖലകളിലെ ധനവിനിയോഗം, മറ്റ് സംരംഭങ്ങൾ, മാനവ വിഭവശേഷി വികസനം എന്നീ മേഖലകളിലാണ് ACSTI പ്രധാനമായും പരിശീലനം നൽകുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ ആഗോളതലത്തിൽ തൊഴിൽ മേഖലയിലും മാനവ വിഭവശേഷി വികസനത്തിലും വലിയ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനൊപ്പം നമ്മുടെ തൊഴിൽ നിലവാരവും കാര്യക്ഷമതയും മാറേണ്ടതുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിലാണ് ACSTI വിവിധ പരിശീലന പരിപാടികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് എൻവയോൺമെൻറ്റിൽ ഓഡിറ്റ് ചെയ്യാനുള്ള അറിവും പ്രാപ്തിയും നമ്മുടെ ഓഡിറ്റേഴ്സിന് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഓഡിറ്റ് കുറച്ചുകൂടി പുരോഗമനത്തിൽ എത്തിക്കാനായിട്ട് നമ്മൾ ടീം ഓഡിറ്റും ഇപ്പോൾ പ്ലാൻ ചെയ്തു വരികയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ സമഗ്രമായ പരിശീലനം ആവശ്യമായ കാര്യങ്ങളാണ്. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉൾക്കൊള്ളിച്ച് മികച്ച രീതിയിൽ 4 നിലകളിലായി തയ്യാറാക്കിയ എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമുകളാണ് ACSTIക്കുള്ളത്. 5000-ത്തിലധികം പുസ്തകങ്ങളും വിവിധ ആനുകാലികങ്ങളും ജേണലുകളുമുള്ള ലൈബ്രറി, ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും 60 കമ്പ്യൂട്ടറുകളുമുള്ള നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്ന കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ സെമിനാർ ഹാളും മിനി കോൺഫറൻസ് ഹാളും ഏറ്റവും മികച്ച ശബ്ദ സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവ ACSTI ക്യാമ്പസിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ഈ മേഖലയിൽ ഏറെ സംഭാവനകൾ അർപ്പിക്കണമെന്ന് കേരള സർക്കാർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ACSTI. പരിശീലനത്തിന് തന്നെ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മാറ്റേണ്ടതുണ്ട്. കാരണം കൂടുതൽ കേസ് സ്റ്റഡി, ഗ്രൂപ്പ് ഡിസ്കഷൻ, റോൾ പ്ലേ, അതുപോലെ തന്നെ എക്സ്പോഷർ വിസിറ്റ്, ഇത്തരം മേഖലകളിലേക്ക് കേവലം ഒരു ക്ലാസ് റൂം ലെക്ചറിനപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ഉള്ള സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമോട് കൂടിയിട്ട് നമ്മളുടെ ACSTI ഇപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പരിശീലനാർത്ഥികൾക്ക് താമസത്തിനായി ഒരേ സമയം 154 പേർക്ക് താമസിക്കാവുന്ന മികച്ച നിലവാരം പുലർത്തുന്ന 2 ഹോസ്റ്റലുകളും ഇവിടെയുണ്ട്.
ചെടികളും മരങ്ങളും നിലനിർത്തി മനോഹരമായ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ക്യാമ്പസ് ഒരുക്കുന്നത് ഹൃദ്യമായ അന്തരീക്ഷമാണ്. ക്യാൻറ്റീൻ, ഡൈനിങ് ഹാൾ, ഇൻഡോർ ഗെയിംസിന് സൗകര്യമുള്ള ലോഞ്ച് എന്നിവയും വെൽനസ് സെന്ററും സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഇതിന്റെ ഭാഗമായുണ്ട്. വർഷത്തിൽ 100ഓളം പരിശീലന പരിപാടികൾ ACSTI സംഘടിപ്പിക്കുന്നുണ്ട്. കോവിഡിന് മുമ്പിത് 150ഓളമായിരുന്നു. ജീവനക്കാർ നേരിടേണ്ട ദൈനംദിന പ്രശ്നങ്ങളും വെല്ലുവിളികളും എങ്ങനെ ക്രിയാത്മകമായി പരിഹരിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പരിശീലന പരിപാടികൾ തയ്യാറാക്കിയിട്ടുള്ളത്. രജിസ്ട്രാർ ചെയർമാനായിട്ടുള്ള അക്കാദമിക് അഡ്വൈസറി കമ്മിറ്റിയാണ് പരിശീലന പദ്ധതികൾ തയ്യാറാക്കുന്നത്. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ചെയർമാനായിട്ടുള്ള ജനറൽ കൗൺസിൽ ഇവ പരിശോധിച്ച് അംഗീകാരം നൽകുന്നു. കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, സെന്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ്, CPEC, നബാർഡ്, ജില്ലാ സഹകരണ ബാങ്കുകൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നിവയുമായി സഹകരിച്ചാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ക്ലാസ് റൂം പരിശീലനത്തിന് പുറമെ ഓഫ് ക്യാമ്പസ് പരിശീലനവും നൽകുന്നുണ്ട്. ഓരോ വർഷവും പരിശീലന പദ്ധതിയുടെ ഉള്ളടക്കത്തിൽ കാലോചിതമായ മാറ്റം വരുത്താൻ ACSTI ശ്രദ്ധിക്കുന്നുണ്ട്. പരിശീലന പരിപാടികൾക്ക് പുറമെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട കേന്ദ്ര, സംസ്ഥാന ആക്ടുകൾ, ചട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ സഹകരണ മേഖലയുടെ പഠനവും വികസനവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളും സഹായവും നൽകുന്ന പഠന ഗവേഷണ കേന്ദ്രമായും ACSTI പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, സഹകരണ സൊസൈറ്റി രജിസ്ട്രാർ, നബാർഡ്, RBI എന്നിവിടങ്ങളിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങളും ഉത്തരവുകളും ഉപഭോക്തൃ സ്ഥാപനങ്ങൾക്കും ഇടപാടുകാർക്കും മനസ്സിലാക്കുന്ന തരത്തിൽ ലളിതമാക്കാനും വ്യാഖ്യാനിച്ചു നൽകാനും ACSTI എപ്പോഴും മുന്നിലുണ്ട്. ഉപഭോക്താക്കളുടെ ഉദ്യമങ്ങളും ജോലിയും ജീവിതവും ആയാസരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാനവ വിഭവശേഷിയും അനുബന്ധ സൗകര്യങ്ങളും ഏറ്റവും മികച്ചതും ലോകോത്തര നിലവാരം പുലർത്തുന്നതുമാക്കുക എന്നതാണ് ACSTIയുടെ ദൗത്യം.